ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ അഭിനവ്. സോ ഗൈസ്, ഇന്ന് ഞങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു വ്ളോഗാണ്, ഞങ്ങളെ ഫസ്റ്റ് വ്ളോഗാണ് ഞങ്ങളെ ചാനലിടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ ഈ വ്ളോഗിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടന്റ് എന്താ വെച്ചാൽ, ഞങ്ങളിപ്പോൾ ഞങ്ങളെ ഫ്രണ്ട്സ് ഞങ്ങളെ സ്കൂളിൽ നിന്ന് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകാന്ന്. അപ്പോൾ ഊട്ടി കൊടൈക്കനാൽ ആണ് നമ്മളെ ലൊക്കേഷൻ. കൊടൈക്കനാൽ, ഊട്ടി, വയനാട്. അത്രയും ഇല്ല, നമ്മളെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ആക്കണം. സ്കൂളിൽ നിന്ന് പോകുന്നതാണ്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, എല്ലാ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഫസ്റ്റ് വ്ളോഗാണ് ഐശ്വര്യമായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് ബസ്സിനുള്ളിൽ കയറിയിട്ട് ക്യാമറ ഓണാക്കി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് പോകുമ്പോൾ ഈ ഒരു മോന്തയാണ് നിങ്ങൾക്ക് കിട്ടിയത്. അടുത്താണ്. ഓക്കെ, അറ്റംപ്റ്റ് നമ്പർ 2. അപ്പൊ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പൊ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇപ്പം ഒരു കുട്ടീനെ കാത്തിക്കുന്നതാണ്. ഇത് കഴിഞ്ഞപ്പോൾ നേരെ വിട്ടു കൊടുത്തേക്ക്. ഇപ്പൊ അതിനുശേഷം ഡാൻസും പരിപാടി എല്ലാം വീഡിയോയിൽ വരുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഊട്ടി എത്തിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ഒടുക്കത്തെ തണുപ്പാണ് ഗൈസ്. ഒടുക്കത്തെ തണുപ്പെന്ന് പറയുക, തണുപ്പുണ്ട്, കുഴപ്പമില്ല, തണുപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മളെ രാത്രി എന്നാൽ വീടിന് എടുത്തില്ല, ഇങ്ങനെ പെട്ടെന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇങ്ങനെ പൈൻ മരം അത് തന്നെ അടുക്കുണ്ട്. ഇത് കാണുന്ന പോലെ സിനിമ സീൻസ് ആണ് ഓർമ്മ വരുന്നത് ഗൈസ്. നല്ല തണുപ്പുണ്ട്, കൈ പൊക്കാൻ പോലും കഴിയുന്നില്ല ക്യാമറ പിടിച്ചിട്ട്. ഹലോ ഗൈസ്, ഊട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഈ സ്ഥലം എവിടാന്ന് എനിക്ക് അറിയില്ല. എല്ലാവരും നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. എത്തി. കിച്ചു എന്താ പറയില്ലേ ഗൈസ്, നമ്മള് പൈൻമരക്കാട് കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഇന്നലെ ഇന്ന് രാവിലെ റൂമിലെത്തി. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു, ഫ്രഷ് ആയിട്ട് എല്ലാവരും ഇപ്പോൾ ഞങ്ങളെ ഫസ്റ്റ് സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളെ ഊട്ടിയിലെ ടീ ഫാക്ടറി കണ്ടിട്ടില്ലേ, എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ടീ ഉണ്ടാകുന്ന, ഞങ്ങളെ ചായപ്പൊടി ഉണ്ടാക്കുന്ന എല്ലാ പ്രോസസ്സും ഇവിടെ നിന്ന് ഉണ്ടാകുന്ന ഈ ഫാക്ടറിയിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാം ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാം. ചായയും കിട്ടും, ഫ്രീ ആയിട്ട് ചായ കിട്ടും. പിന്നീട് നല്ലൊരു സീനറി ഒക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ.
ഫസ്റ്റ് ചായപ്പൊടി ഉണ്ടാക്കിയ ചായ. എങ്ങനെയുണ്ടാ ചായ? കിഡിലോസ്കി അടാർപ്പടാർ. അപ്പൊ ഗൈസ് ഞങ്ങള് നമ്മളെ സെക്കൻഡ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ലേക്ക് എന്താ പറയുന്നതിനാ? ബൊട്ടാണിക്കൽ എന്തോ ബോട്ടിങ് അങ്ങനത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബോട്ടിങ് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫുള്ള് കുതിരലാണ്. ഇത് കഴിഞ്ഞിട്ട് ബൊട്ടാണിക്കൽ. ഇത് കഴിഞ്ഞിട്ട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകും. അപ്പൊ ബോട്ടിങ്ങിന്റെ വീഡിയോ എല്ലാം വരുന്നുണ്ടാവും. വന്നേ കുച്ച ഔട്ട് പണിക്കാണ്ട്. ബോട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. ഇടുക്കി പോയിട്ട് ആന ചവിട്ടിടാ. നന്മയുള്ള അയ്യോ കുപ്പി കിട്ടിയില്ല. ഏയ് നമ്മളെ പിള്ളേരെല്ലാം എടുത്തു. എന്താ പോന്ന മഴ. കാലെടുക്കുന്ന പറയാട്ടാ നമ്മൾ ഔട്ടാ. ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് പോവാം. മനസ്സിലായി? ഇതെന്താണ്? വണ്ടിയില് വേഗം പോകുന്നു. നമ്മള് വണ്ടിക്ക് എന്താ കുഴപ്പമുണ്ട് തോന്നുന്നതാ. ഹലോ ബോട്ടിങ് കണ്ട് എല്ലാരും വന്നിട്ട് ഇങ്ങോട്ട്. നോക്ക് ഗൈസ്, എല്ലാരും പോകുമ്പോ സെപ്പറേറ്റ് പോകാനാണ്. ഇപ്പൊ നോക്ക് എല്ലാരും ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ സൗഹൃദ ബന്ധം. മത്സരം നീ പറഞ്ഞ ചവിട്ടില്ല അവിടെ ഇരുന്നോട്ടിട്ട്. എന്തിടാ തേങ്ങ ഇട്ട് പോയ. എന്നാലും അങ്ങനെ പറഞ്ഞൂടെ. ചവിട്ടേ കുറച്ച് ചവിട്ട് നീ മാറി ഇങ്ങോട്ട്. ബാക്കിലേക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.
കിച്ചു നീ ചവിട്ടുവല്ലോ. ചവിട്ടിയത് തന്നെ ആയിട്ട് ആദ്യം അവരെല്ലാം പോട്ടെ. അവർക്ക് ബൈക്ക് കിട്ടിയാൽ നമുക്ക് വല്ലേ പോവാം. അപ്പൊ നമുക്ക് നല്ലോണം ബൈക്ക് കിട്ടുന്നല്ലേ. മൂന്നാമത്തെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഊട്ടിയിലെ ഷൂട്ടിംഗ് പോയിന്റ് അവിടെയാണ് എത്തിയിട്ടില്ലേ, അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. ഇവിടെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് 2-3 റീൽസൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ റീൽസൊക്കെ കാണാം. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ അപ്ലോഡ് ആക്കുന്നതാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഊട്ടിയിലെ പൈൻമരക്കാട്ടിലാണ്. ഞങ്ങളിപ്പോൾ അന്ന് ഷൂട്ടിംഗ് പോയിന്റ് അല്ലേ, ഷൂട്ടിംഗ് സ്പോട്ട് അവിടെ നിന്ന് റീൽസ് ഒക്കെ എടുക്കണം വിചാരിച്ചിരുന്നു. പക്ഷേ അവിടെ ലേറ്റ് ആയി, സമയം ഉണ്ടായിട്ട് ആണ്ട് മാഷ് പെട്ടെന്ന് വിളിച്ചു. ആ സമയം പോയി. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പെട്ടെന്ന് പോയി. എന്നിട്ട് ഈട് വന്നു, ഈടിന് പോയി റീൽസ് എടുത്തു. പിന്നെ ഇവിടെ ഒരു റീൽസ് എടുത്തു. പിന്നെ ഇവിടെ അങ്ങനെ കാണാനൊന്നുമില്ല, കുറേ മരങ്ങളും പിന്നെ ബാക്കി ഞാൻ വീട്ടിൽ കാണിച്ചില്ല. ഒരു പുഴയൊക്കെ ഉണ്ട്, പിന്നെ കുറേ കുരങ്ങന്മാരും ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം ഞങ്ങൾ ബോട്ടാനിക് ഗാർഡനിലേക്ക് പോവാന്ന്. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് സ്പോട്ടാണ് ബോട്ടാനിക് ഗാർഡൻ. അപ്പോൾ അവിടെ വെച്ച് കാണാം നമുക്ക്. ബൈ. ക്യാമറയിൽ ചാർജ് ഇടുന്നതുകൊണ്ട് ഇപ്പോൾ ഫോണിലാണ് എടുക്കുന്നത്. കാര്യം ഇതാണ് നമ്മുടെ റീൽസിൻ്റെ ക്യാമറമാൻ മിസ്റ്റർ കൃഷ്ണാനന്ദ്. ഇതാണ് പൈൻമരക്കാട്. Hey man, hey, how are you? മൈൻഡ് ആക്കുന്നില്ലല്ലോ. അഭിനയുടെ ഫോട്ടോഷൂട്ടാണ് നടക്കുന്നേടാ. അയ്യടാ. ഹലോ ഗൈസ്, ഞങ്ങളിത് അങ്ങനെ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് എത്തിയിരിക്കുന്നു. ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണ്. വീഡിയോ എടുത്ത് ഇപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥയുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.
ഇതൊരു പാർട്ട് 1 വ്ളോഗ് മാത്രമാണ്. പാർട്ട് 2 വ്ളോഗ് നാളെ വയനാട് വ്ളോഗ് നാളെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നാളെ ഉണ്ടാവുന്നതല്ല, നാളെ ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ്. അതെപ്പോൾ വരുന്നതെന്ന് പറയാൻ കഴിയാ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ വീഡിയോ കണ്ട്, എനിക്കറിയാം വലിയ രസമൊന്നും ഉണ്ടാവില്ല, നമ്മൾ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലെ വ്ളോഗൊക്കെ ഉണ്ടാവും. സോ ബൈ. എടി ഈ ഔട്ട്ഡോർ എങ്ങനെയുണ്ട്? പോരാ പോരാ, ഒന്നുകൂടി ഉഷാറായിട്ട്. സോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. സോ എനിക്ക് ഇപ്പോൾ നല്ല ഉഷാറുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഷൈ ഫീലിംഗ് ഉണ്ട് ഗൈസ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ആരുമില്ല, ഇപ്പോൾ 2 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. ഇപ്പം അമ്മും കൃഷ്ണനും ഫ്രണ്ട്സ് രണ്ടുപേരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷെ പുറത്തുനിന്നൊക്കെ ഇങ്ങനെ എല്ലാവരും നോക്കും, അങ്ങനെ ചെറിയ ഫീലിംഗ് ഉണ്ട്. ആദ്യമായിട്ടാണല്ലോ എടുക്കുന്നത് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെതായ ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എനിക്ക് ഈ വീഡിയോയിലും ഉണ്ടാവും. ഞാൻ അങ്ങനെ ഒരു എനിക്ക് ഇതിൻ്റെ ഒരു ടെക്നിക്കൊന്നും അറിയില്ല, ആദ്യമായിട്ട് എടുക്കുന്നില്ല. ഇങ്ങനെ വീഡിയോസ് വ്ളോഗൊക്കെ കാണാറുണ്ട്, പക്ഷെ എന്നാലും ഇങ്ങനെ എടുക്കുന്നൊക്കെ ആദ്യമായിട്ടല്ലേ. അപ്പോൾ അതിൻ്റെ പോരായ്മകളുണ്ടാവും. അപ്പോൾ എല്ലാവരും കണ്ട് ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഡാൻസ് ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു, അതുപോലെ ഇതുപോലെ വ്ളോഗിന് സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. സോ ബൈ, ഗുഡ് നൈറ്റ്.